ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടല്ലോ, വല്ലാത്ത ക്ഷീണമല്ലേ എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. തെരഞ്ഞെടുപ്പ് ഏത് തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല, തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ ഭയങ്കരമായ ഭരണവിരുദ്ധ വികാരമാണ്. ഇതാ വീണ്ടും അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നയത്തിനെതിരായി UDF വിജയിക്കാൻ പോകുന്നു എന്നൊക്കെ ഒരു പ്രചരണം വരുന്നുണ്ട്. രണ്ട് കാര്യം മാത്രമേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. വലിയ വിരുദ്ധ വികാരമായിരുന്നെങ്കിൽ 65,000 വോട്ടിനാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി അവിടെ വിജയിച്ചത്. 65,000 വോട്ടാ ഭൂരിപക്ഷം. 29,000 വോട്ടുള്ളായിരുന്നു അവിടുത്തെ അവർക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിക്ക്. 95,000-ലധികം വോട്ടായിരുന്നു പിന്നെ UDFന്റെ ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയത്. ആകെ ജനവിരുദ്ധമായ നിലപാടാണ്, ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ വാസ്തവത്തിൽ അതേപോലെ വോട്ട് വരേണ്ടതില്ലേ? പക്ഷെ ഇവിടെ 66,000 വോട്ടുണ്ട്, 11,000 വോട്ടാണ് ഭൂരിപക്ഷം UDFന്. ഇടതുപക്ഷത്തിനൊപ്പം നിന്നിരുന്ന ഒരു സ്ഥാനാർത്ഥി, ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി മത്സരിച്ച് 2 പ്രാവശ്യം MLA ആയ ആള് പോയി UDFിൽ ചേർന്ന് അപ്പുറത്ത് ചേർന്ന് UDFിൽ നിന്ന് മാറി നിന്ന് അവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞൂടാ. സ്വതന്ത്രമായി മത്സരിക്കും, കുറച്ച് വോട്ടുകൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോകും. അത്തരം ഒരു സാഹചര്യത്തിലും ഈ നല്ല മത്സരം നടത്തി, ഏറ്റവും വലിയ പൊളിറ്റിക്കലായ മത്സരം നടത്തിയിട്ട് ആണ് ഇടതുപക്ഷം നിൽക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടായ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ട്രെൻഡോ അങ്ങ് കോൺഗ്രസിന് അനുകൂലമായ ട്രെൻഡോ അല്ല ഉള്ളത് എന്ന് വ്യക്തമാക്കുന്ന റിസൾട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവം കാണേണ്ടതെന്നല്ല, നല്ല ഗൗരവം കാണേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇത്തരമൊരു സാഹചര്യത്തിൽ വിചാരിക്കുന്നത് പോലെ ഇപ്പൊ തൊട്ടു മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2 സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടന്നു കേരളത്തിൽ. അതിലൊന്ന് പാലക്കാടാണ്, 2 നമ്മുടെ ചേലക്കരയാണ്. ചേലക്കര ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ കെ രാധാകൃഷ്ണൻ അവിടുത്തെ MLA ആയിരുന്ന ആള് ലോക്സഭയിലേക്ക് മത്സരിച്ചു. എല്ലായിടത്തും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ലോക്സഭയിൽ ജയിച്ചു. ഇപ്പുറത്തെ ലോക്സഭയിൽ മത്സരിച്ച ആള് വടകരയാണ് മത്സരിച്ചത്. പാലക്കാട് മണ്ഡലത്തിലും വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, അവിടെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ജയിച്ചു. ചേലക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മൾ ജയിച്ചു. അതേസമയം വയനാട് മണ്ഡലം അങ്ങനല്ല. 4 ലക്ഷം വോട്ടിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതാണ്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായാണ് എന്നുള്ളത് കൊണ്ട് തന്നെ സീറ്റ് 65,000-ലധികം വോട്ടിന് ആ നിലമ്പൂർ സീറ്റിൽ മാത്രം പോയ സീറ്റിൽ ഇപ്പൊ പരാജയപ്പെട്ടു. പരാജയം തന്നെയാണ്, അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ അങ്ങേയറ്റം അഹന്തയോടുകൂടി പ്രവർത്തിക്കാൻ പറയാനുള്ള അവസരം ഒന്നും UDFിനില്ല. ഇടതുപക്ഷം കേരളത്തിൽ ഞാൻ ഈ പറഞ്ഞു വിദ്യാഭ്യാസ മേഖലയിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അടിസ്ഥാന സൗകര്യത്തിന്റെ വികസനം, നമ്മുടെ നാട്ടിൽ വലിയ തൊഴിലവസരം ഉണ്ടാക്കുന്ന പുതിയ സാധ്യതകളെല്ലാം കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. ആ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെ തെരഞ്ഞെടുപ്പിനകത്ത് ഓരോ തെരഞ്ഞെടുപ്പുകളും വളരെ പ്രധാനമാണ്. തെരഞ്ഞെടുപ്പിനകത്ത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കേണ്ടതാണ്. എന്നാൽ രാഷ്ട്രീയമായി നമുക്ക് സ്വാധീനമില്ലാത്ത സ്ഥലത്ത് നല്ലതുപോലെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെയും ആ സീറ്റ് എത്രയോ കാലമായി നമുക്കല്ല. അതുകൊണ്ട് പരാജയം ഒരു പരാജയമല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്താ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഈ രാഷ്ട്രീയം ഞാൻ പറയുന്നത്? ഞാൻ ഒരു SFI പ്രവർത്തകനായിരുന്നു. നിങ്ങളെല്ലാവരും സജീവ രാഷ്ട്രീയമുള്ള ആളുകളല്ല. പക്ഷേ എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടാനും എല്ലാവർക്കും തൊഴിൽ കിട്ടാനും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങൾ. അത് നിങ്ങൾ അംഗീകരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ധീരജിനെ കൊലപ്പെടുത്തിയ ആളുകൾ പറയുന്ന രാഷ്ട്രീയം അംഗീകരിക്കുന്ന ആളുകളല്ല നിങ്ങളെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു നേതാവ്, അന്നത്തെ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇരന്നു വാങ്ങിയ മരണം എന്നല്ലേ എന്ന് പറഞ്ഞേ. എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു ആൾ പട്ടാളത്തിലായാലും വെടിവെപ്പിൽ ഒരു എതിരാളിയെ പട്ടാളക്കാരൻ മരിച്ചുപോയാൽ, ആ പട്ടാളക്കാരൻ മരിച്ചു കഴിഞ്ഞാൽ ആ ശവശരീരത്തിനോടും മരണത്തോടും കാണിക്കേണ്ട ഒരു ബഹുമാനമുണ്ട്. പിന്നീട് അതിനോട് മര്യാദയ്ക്ക് പെരുമാറണം. പക്ഷെ KPCC പ്രസിഡന്റിനെ പോലെ ഒരാൾ ഒരു കൊലപാതകം നടത്തിയ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഇരന്നു വാങ്ങിയ മരണമാണെന്ന് പറയുന്ന തരത്തിലേക്കുള്ള സംഭവങ്ങൾ രാഷ്ട്രീയത്തിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നാട്ടിൽ അത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ ചിന്തിക്കേണ്ട ഒരു സമൂഹമാണ് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം കോഴിക്കോട് നടക്കുന്ന അഖിലേന്ത്യാ സമ്മേളനത്തിലൂടെ കൂടുതൽ നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക്, അത് JNU മുതൽ ഇങ്ങോട്ടുള്ള ക്യാമ്പസുകൾ, നമ്മുടെ സാധാരണ സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള
വിവിധ ടെക്നിക്കൽ സ്ഥാപനം അടക്കമുള്ള ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സമൂഹത്തെ ഒരുമിച്ച് നിർത്തി മുന്നോട്ട് കൊണ്ടുപോയി കേരളത്തിൽ, ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത് ലക്ഷ്യബോധമുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനമായി പ്രവർത്തിക്കുവാനും വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ധീരജിന്റെ നാടും ധീരജിന്റെ രക്തസാക്ഷിത്വവും ധീരജിന്റെ കൂടെയുള്ള പ്രവർത്തകരും ആ പ്രവർത്തനങ്ങളും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കെല്ലാം അറിയാം. ധീരജിന്റെ ക്യാമ്പസിൽ നിന്നും ഈ പതാകയുമായി പോകുമ്പോൾ നമ്മുടെ പ്രവർത്തകർ വരും കാലത്ത് ഈ പ്രസ്ഥാനത്തെ കൂടുതൽ ശക്തമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം 100% നമുക്കെല്ലാം ഉണ്ട്. ഞങ്ങളൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് SFIയുടെ പ്രവർത്തകരായിരുന്നത്. SFIയുടെ കോളേജ് യൂണിയൻ കോളേജിലെ പ്രവർത്തകൻ മുതൽ സംസ്ഥാന തലത്തിലും അഖിലേന്ത്യാ തലത്തിലും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഓർക്കുന്നത്, ഇടുക്കിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും ഇടുക്കിയിൽ SFIയുടെ സമ്മേളനത്തിന് വന്ന ശേഷം, ജില്ലാ സമ്മേളനത്തിന് വന്ന ശേഷം കണ്ണൂരിൽ സ്വന്തം വീട്ടിലേക്ക് പോയി രാത്രി വൈകി കുറെ കാലം മുമ്പാണ്, 90കളിലാണ്, വീട്ടിലേക്ക് പോയി വീട്ടിലെത്തി അമ്മയുടെയും അച്ഛൻ്റെയും പ്രായമായ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ചെന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങി ഏറെ സമയം കഴിഞ്ഞതിന് മുമ്പ് ആ വീട് ചുറ്റി വളഞ്ഞ് RSSകാർ പൈശാചികമായി കൊലപ്പെടുത്തിയ KV സുധീഷിന്റെ ഓർമ്മയാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത്. സുധീഷും ഞാനും SFIയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജോയിന്റ് സെക്രട്ടറിയും, ഞാൻ SFIയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റുമാണ്. ആ സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഇതുപോലെ വിവിധ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വളരെ അടുപ്പമുണ്ടായിരുന്ന ആളുകളാണ്. ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കെല്ലാം സുധീഷ് പൈശാചികമായി കൊല ചെയ്യപ്പെട്ട വിവരം പിറ്റേന്ന് രാവിലെ തന്നെ വിളിച്ചറിയിക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സുധീഷ് ഇവിടെ വന്ന് മൂന്നാറിൽ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണെന്നാണ് ഓർമ്മ. സുധീഷിന്റെ ഇപ്പോഴും ഓഫീസുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന ചിത്രം, മൂന്നാറിലെന്ന് SFI സഖാക്കൾ അന്ന് ഇവിടെ വന്ന വിദ്യാർത്ഥി പ്രവർത്തകർ മൂന്നാർ വെച്ച് സുധീഷിന് കൊടുത്ത ഒരു കമ്പിളി കൊണ്ടുള്ള ഒരു ഷാളാണ്. ആ പടം ആണ് ആ ചിത്രം. ഇപ്പോഴുള്ള ഷാൾ ഇങ്ങനെ പൊതിച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. എല്ലാവരോടും ഏറ്റവും അടുത്ത് ഇടപഴകുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സജീവമായ പ്രവർത്തനം നടത്തിയിരുന്ന സുധീഷ്, SFIയുടെ സ്റ്റേറ്റ് ലീഡർഷിപ്പിന്റെ ഭാഗമായി മിക്കവാറും തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന സുധീഷ് ഈ മൂന്നാറിലെ SFIയുടെ ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത് വീട്ടിൽ ചെല്ലുമ്പോൾ നാട്ടിൽ നടന്നൊരു കാര്യവും സുധീഷിന് അപ്പോൾ അന്ന് ആ ദിവസങ്ങളിലുള്ള അറിയില്ല. സുധീഷ് വീട്ടിൽ ചെന്ന് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് രാത്രി വൈകി ചെന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് കിടക്കപ്പായിൽ നിന്ന് വിളിച്ചുണർത്തി അച്ഛൻ്റെ അമ്മയുടെ മുന്നിൽ വെച്ച് പൈശാചികമായി നിരവധി കഷ്ണങ്ങളായി മുറിച്ച് ക്രൂരമായി കൊലപ്പെടുത്തിയ സംഭവം. ഇത്തരം സംഭവങ്ങളിൽ ഏറ്റവും എങ്ങനെയാണ് ഇവർ രാഷ്ട്രീയത്തെ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ നേരിടുന്നത്, സംഘടനാ പ്രവർത്തനം നേരിടുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ്. അന്നുണ്ടായ ആ സംഭവത്തെ തുടർന്ന് SFIയുടെ കണ്ണൂർ ജില്ലാ സമ്മേളനം പോലും നടത്തുവാൻ അന്ന് കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഗവൺമെന്റ് അനുമതി തന്നില്ല. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലാണ് അപ്രാവശ്യം സമ്മേളനം നടന്നത്. ഞാൻ SFIയുടെ സംസ്ഥാന സെൻട്രലിൽ നിന്ന് അതിൽ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ ഈ സുധീഷിന്റെ രക്തസാക്ഷിത്വം കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. 144 പ്രഖ്യാപിച്ചു. ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന ഒരു സംഘടനാ പ്രവർത്തനം നടത്തണ്ട, സമ്മേളനം നടത്തണ്ട, സംഘർഷം ഉണ്ടാകുമെന്ന് പറഞ്ഞ് പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. സമ്മേളനം നടത്താൻ തീരുമാനിച്ച സ്ഥലത്ത് വന്ന മുഴുവൻ പ്രവർത്തകരെയും പോലീസ് അവിടുന്ന് ഒരുമിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി, സമ്മേളന ഹാളിൽ നിന്ന്. ആ സമ്മേളന ഹാളിൽ ഞങ്ങളൊക്കെ എത്തുമ്പോൾ വഴിനീള വിദ്യാർത്ഥികളെ പുസ്തകം നോക്കി തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. കുറച്ചാളുകളാണ് അവിടെ എത്തിയത്. ഞങ്ങളവിടെ ആ സമ്മേളന ഹാളിലേക്ക് നടന്ന് മറ്റു വഴിക്ക് കൂടെ ഒക്കെ ചെന്ന്, സമ്മേളന ഹാളല്ല പോലീസ് സ്റ്റേഷനിൽ സമ്മേളനം നടക്കുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് നിരോധിച്ച സമ്മേളനം നടത്തി തീർക്കാൻ തൻ്റെ ഇടം കാണിച്ച സംഘടനയാണ് SFI. അന്ന് ജില്ലാ സമ്മേളനം നടന്നത് ആ പോലീസ് സ്റ്റേഷനിലാണ്. ആ സമ്മേളന സ്ഥലത്തുണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചുമതല വഹിക്കുന്നത്, അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ആ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് കോടിയേരി ബാലകൃഷ്ണനും MV ഗോവിന്ദൻ മാസ്റ്ററും പിണറായി ആ സമ്മേളനത്തിലുള്ള ഞാൻ സമ്മേളനത്തിൽ വന്നാൽ ആ സംഭവം പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി പറഞ്ഞ് അവരും എത്തിയോടെ ആ സമ്മേളനം ആ കുട്ടികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ. അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ തന്നെ എടുത്തു പറയാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. സുധീഷിന്റെ കാര്യം പറഞ്ഞതുപോലെ കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായത് ഈ അടുത്ത സമയത്താണ് പുഷ്പൻ
നമ്മളെ വിട്ടുപിരിഞ്ഞത്. 5 ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ അതിക്രൂരമായി വെടിവെച്ച് പരിക്കേറ്റ് കിടന്നാണ്. നിങ്ങൾക്കറിയാം, കൂത്തുപറമ്പ് സംഭവം വിദ്യാർത്ഥികളുടെ വലിയൊരു സമരത്തിന്റെ ഭാഗമായിട്ടാണ്. അന്ന് സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. SFI മറ്റ് സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകൾ സംയുക്തമായി വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരണത്തിന് നടത്തിയ ഒരു വലിയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടക്കുകയാണ്. ആ സമരത്തിന്റെ ഭാഗമായും അതുപോലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരായി DYFI നടത്തിയ സമരവും ഒരുമിച്ച് വലിയ ഒരു ജനകീയ പ്രതിഷേധം കൂത്തുപറമ്പിൽ നടക്കുമ്പോൾ അവിടേക്ക് വന്ന മന്ത്രി MV രാഘവൻ, അദ്ദേഹത്തിന് കടന്നു പോകാൻ വേണ്ടിയിട്ട് പോലീസിന്റെ ശക്തമായ ഇടപെടലുണ്ടായി. പോലീസ് വെടിവെപ്പിലാണ് 5 സഹാക്കൾ മരിച്ചത്. റോഷൻ SFI പ്രവർത്തകനായിരുന്നു. ആ വീടും ആ കുടുംബങ്ങളെല്ലായിട്ടും ഞങ്ങൾക്ക് അടുത്ത് ബന്ധമുള്ളത് ഞാൻ ഓർക്കുകയാണ്. ആഗോളവൽക്കരണത്തിനെതിരെ ഏറ്റവും ശക്തമായ സമരം നടന്ന കാലമാണ് കേരളത്തിലെ SFIക്കും ഇന്ത്യയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനും. ഞാനിത് പറഞ്ഞത് ഇതൊക്കെ വെറും സമരമായിരുന്നില്ല. ഇന്ന് ലോകത്ത് പലയിടത്തും ഇല്ലാത്ത പല അവകാശങ്ങളും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ട്, വിദ്യാർത്ഥികൾക്കുണ്ട്. വെറുതെ ഒരു സമരത്തിന് വേണ്ടി സമരം നടന്നതല്ല. എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും തൊഴിൽ എന്നുള്ളതാണ് ഞാനൊരു വിദ്യാർത്ഥിയായിട്ട് വരുമ്പോഴും എന്നെ ആകർഷിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിദ്യാർത്ഥിയായി കോളേജിലേക്ക് വരുന്ന, സ്കൂളിലേക്ക് വരുന്ന ഓരോ കുട്ടിയെയും ആകർഷിക്കുന്നത് ഈ പ്രസ്ഥാനം സാധാരണ വിദ്യാർത്ഥിക്കും വിദ്യാഭ്യാസത്തിനും വേണ്ടി നടത്തിയ കാര്യങ്ങളാണ്. സമരങ്ങൾ മാത്രമല്ല SFIയുടെ ചരിത്രത്തിലുള്ളത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ, ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സിലബസിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ, കോഴ്സുകളുടെ ക്രമീകരണം ഉൾപ്പെടെ, പഠന നിലവാരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്തിട്ടുള്ള സംഘടന SFI ആണ്. സമരങ്ങളും പോരാട്ടങ്ങളും മാത്രമല്ല. അശോക് മിത്ര കമ്മീഷൻ, SFI രൂപീകരിച്ചൊരു കമ്മീഷനാണ് SFIയുടെ മുൻകൈയിൽ. അശോക് മിത്ര പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ അശോക് മിത്ര, അദ്ദേഹം മുൻ ധനകാര്യമന്ത്രിയാണ് ബംഗാളിലെ. വളരെ വലിയ പണ്ഡിതനാണ്, അക്കാഡമിക് പ്രൊഫസറാണ്. അവരുടെ നേതൃത്വം നടത്തിയ ഒരു കമ്മീഷൻ. അതുപോലെ പ്രഭാത് പട്നായിക്കിന്റെ നേതൃത്വം നടത്തിയിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ. SFI അവതരിപ്പിച്ച സംഘടനാ രേഖ പഴയ സമ്മേളനങ്ങളിൽ നോക്കിയാൽ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് കാണാം. സംഘടന എങ്ങനെയായിരിക്കണം, വിദ്യാഭ്യാസത്തിന്റെ ഓരോ മേഖലയെ സംബന്ധിച്ചും ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ഇന്റേണൽ അസസ്മെന്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. SFIയുടെ സംസ്ഥാന ക്യാമ്പുകളിൽ ഇപ്പോഴും മുമ്പും ഏറ്റവും പുതുതായി ഉണ്ടാകുന്ന ട്രെൻഡുകളെ പറ്റി, അക്കാഡമിക് രംഗത്തെ ഡെവലപ്മെന്റുകളെ പറ്റി, ലോകത്തെ കണ്ടുപിടുത്തങ്ങളെ പറ്റി SFIയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ വിചാരിക്കും, ഇപ്പോൾ വിളിക്കുന്ന വിദ്യാർത്ഥികളും SFI എന്ന് പറഞ്ഞാൽ പലരും വിചാരിക്കുന്നത് വിദ്യാർത്ഥി രംഗത്തുള്ള തെരഞ്ഞെടുപ്പുകളും വോട്ടും ഇലക്ഷനും മാത്രമാണ്. അല്ല, വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് എപ്പോഴും ഉയർത്തിപ്പിടിച്ച സംഘടനയാണ്. ഇപ്പൊ കേരളത്തിൽ ഒരു കാലത്ത് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക്, സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് അധ്യാപകർക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എടുത്ത് വേണമെന്നുണ്ടായിരുന്നില്ല. ഏത് സബ്ജക്റ്റ് ഉള്ളവർക്കും ഇംഗ്ലീഷ് പഠിപ്പിക്കാം. എന്നിട്ട് നിലവാരമില്ലായ്മയെ പറ്റി വലിയ ചർച്ച. SFI ചർച്ച നടത്തി, സംഘടനാ രേഖ അവതരിപ്പിച്ച് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന്, സബ്ജക്ട് പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിന് ആ സ്പെഷ്യലൈസേഷനുള്ള അധ്യാപകർ തന്നെ വേണം എന്നുള്ളത് തീരുമാനമെടുത്തത് 96 വന്ന നയനാർ ഗവൺമെന്റ് ആണ്. ആ നിർദ്ദേശം അതിശക്തമായി ഉയർത്തിയത് SFI ആണ്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളുടെ സമയത്തെ മാത്രമല്ല, ഇപ്പോഴുള്ളവർ വരെയുള്ള നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് രംഗത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ സജീവമായ കാര്യം പറയുന്നവരാണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ കാലോചിതമായ പരിഷ്കാരം വേണം, അതെങ്ങനെയാവണം എന്നുള്ള കാര്യം പറയുന്നത് നിങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനൊപ്പം അവർക്ക് വിദ്യാഭ്യാസത്തിന്റെ പഠന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളല്ല അധികരിക്കുന്നതെന്ന് എനിക്കറിയാം. കാരണം ഇപ്പം ക്യാമ്പസ് അവധിയാണ്. അവർ പഠിക്കുന്ന കാര്യങ്ങൾ നേരെ ഉത്പാദനത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് ഇപ്പം പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾക്കറിയാം, വലിയ തോതിൽ സ്റ്റാർട്ടപ്പുകളും കുട്ടികൾ ക്യാമ്പസിനകത്ത് ഇൻഡസ്ട്രിയൽ പാർക്ക് ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക്, ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നത് കൊല്ലം ജില്ലയിലെ കോട്ടയം പോളിടെക്നിക്കിലാണ്. ക്യാമ്പസിനകത്ത് തന്നെ കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിച്ച് ഉൽപ്പന്നമാക്കുക. സയൻസ് പാർക്കുകളെ പറ്റി ഇപ്പോൾ നമ്മൾ വാർത്ത വരുന്നുണ്ട്. ഡിജിറ്റൽ സയൻസ് പാർക്കിനെ പറ്റി വരുന്നുണ്ട്. കാരണം പഠിക്കുന്ന റിസർച്ച് സെന്റർ അതിനപ്പുറത്ത് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നു. ആ പ്രൊഡക്റ്റ് കൊമേഴ്സ്യൽ പ്രൊഡക്റ്റ് ആക്കി മാറ്റുന്നതിനുള്ള വലിയ സയൻസ് പാർക്കുകൾ, 10, 200, 300 കോടി ചെലവാക്കുന്ന സയൻസ് പാർക്കുകൾ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ വരുന്നു. ഇതൊക്കെ കൃത്യമായി ഇതിനൊക്കെ അഭിപ്രായം പറയുന്നത് വിദ്യാർത്ഥികൾ എന്ന നിലയിൽ SFI പ്രവർത്തകർ അതിനകത്ത് ഇപ്പം മുന്നിൽ നിന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത്തരം നിരവധി അനുഭവങ്ങളൊക്കെ ഉണ്ട്. ആ അനുഭവം മാത്രമല്ല,